ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ ഞങ്ങൾക്ക്. വേറൊന്നല്ല, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്ന്. അത് കാരണം തന്നെ രാവിലെയൊക്കെ വളരെ ബിസിയായി, കാരണം ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. വൈകിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് രാത്രിയിലേക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് വൈകിട്ടായപ്പോഴാട്ടാ കുക്കിംഗ് തുടങ്ങിയിട്ടുള്ളത്. ചിക്കൻ മേടിച്ച് കൊണ്ടുവന്നപ്പോൾ ചിക്കൻ അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിലുണ്ടായിരുന്നു. ഇനി അത് ചെറുതാക്കാനും നിന്നില്ല. വേഗം ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി വെച്ചിട്ടുണ്ട്. 2 കപ്പ് അരിയാണ് കേട്ടോ ഞാൻ ഫ്രൈഡ് റൈസിൽ വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അതിനി വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താനായിട്ട് വെക്കാം. അരി കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ തയ്യാറാക്കാം. ഞാനും അമ്മേനെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു വന്നിട്ട് ക്യാരറ്റിൻ്റെ തോലൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കട്ടാ. ഇടയ്ക്കിടയ്ക്ക് വന്ന് അടുക്കളയിൽ വന്ന ആൾ സഹായിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കുറുമ്പൊപ്പിച്ചിട്ട് പോവുകയും ചെയ്യും. വെജിറ്റബിൾസുകളൊക്കെ ഞാൻ വേഗം കട്ട് ചെയ്തെടുത്തു. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്യലാണ്. അരി വേവിക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ അരി അതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. അരി അധികം വേവാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം 1-2 പ്രാവശ്യം തണുത്തോളത്തിൽ കഴുകി നന്നായിട്ട് വെള്ളം വാലാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി ശരിയായ പാകത്തിൽ കിട്ടും. ഇനി ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി, ചതുരത്തിൽ അരിഞ്ഞിട്ടുള്ള സവാള, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറികൾ എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായി എന്നിട്ട് വാട്ടിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചക്കറി ഒന്ന് വാടി വരുന്നതാണ് ഇവിടെ ഇഷ്ടം. അത് കാരണം ഞാൻ ആ പാകത്തിലാണ് എടുത്തിട്ടുള്ളത്. പച്ചക്കറി പാകമായിട്ട് വന്നപ്പോൾ അതിലേക്ക് സോയാ സോസും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചോറ് വേവിച്ചത് കുറേശ്ശെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ കറിയായിട്ട് തയ്യാറാക്കാനുള്ളത്, നേരത്തെ നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് തിരുമ്പി വെച്ചിട്ടുള്ള ചിക്കൻ, അതിലേക്ക് ഒരു മുട്ട, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ മൈദ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വയ്ക്കാം. ചിക്കൻ വറുത്തെടുത്ത ഓയിലേക്ക് തന്നെ കേട്ടോ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ക്യാപ്സിക്കം ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ കലക്കിയതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് പാകത്തിനുള്ള കട്ടിയാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് മാറ്റാം. കുറച്ച് ഉപ്പ് കുറവ് പോലെ തോന്നിയപ്പോൾ കുറച്ചും കൂടി ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പാകത്തിലാട്ടാ കറി എടുത്തിട്ടുള്ളത്. കുഞ്ഞു വന്നിട്ട് കുഞ്ഞുവിന് ഇത്തിരി സലാസും കൂടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് തൈര് എടുത്തിട്ട് കുറച്ച് സവാളയും കൂടി അരിഞ്ഞിട്ടിട്ട് കുറച്ച് സലാസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഇതൊക്കെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.